അർത്ഥവിചാരത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി കേരളം സാമ്പത്തികമായി പാപ്പരായതിൻ്റെ കാരണങ്ങൾ വിശകലനം ചെയ്തു. എന്നാൽ കേരളത്തിലെ ഭരണകക്ഷിയാവട്ടെ, പ്രതിപക്ഷമാവട്ടെ, മീഡിയ ആവട്ടെ കേന്ദ്രം ആണെന്ന് പറഞ്ഞ് കൈകഴുകുകയുമാണ്. മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ വിഹിതം മുമ്പ് 2.6% ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.95% ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവർ പൂർണ്ണമായും ഇത് കേന്ദ്രത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കാര്യങ്ങൾ നമുക്കിന്നൊന്ന് ചർച്ച ചെയ്യാം. പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട്, നമുക്ക് കഴിഞ്ഞ 5ഓളം പതിറ്റാണ്ടുകളായി വന്നിട്ടുള്ള പരാജയങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ മറച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ തമസ്കരണത്തിൻ്റെ ഒരു ലക്ഷ്യം. രണ്ടാമതായിട്ട് പറയുന്നത് അവഗണനയുടെ കാര്യമാണ്. ഈ അവഗണനയുടെ കാര്യം പറയുന്നതിൽ വസ്തുതകളുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് ധനകാര്യ കമ്മീഷനുകളെ നിയമിച്ചാണ്. ഈ ധനകാര്യ കമ്മീഷനുകൾ 5 കൊല്ലം കൂടുമ്പോൾ അവയെ നിയമിക്കുന്നു. അടുത്ത 5 കൊല്ലത്തേക്ക് അവരുടെ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യമുണ്ട്. അവർ ഇതിനു വേണ്ടി എടുക്കുന്ന മാനദണ്ഡങ്ങൾ കാലാകാലമായിട്ട് പരിഷ്കരിക്കാറുണ്ട്. പരിഷ്കരിക്കുന്നതിന് മുന്നേ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ സന്ദർശിക്കുകയും അവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും സാമ്പത്തിക വിദഗ്ധരുമായിട്ടും എല്ലാം തന്നെ ഇൻറ്ററാക്ഷൻസ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുന്നതും ഏറ്റവും അവസാനം അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് ഈ വിതരണത്തിൻ്റെ അനുപാതം നിർണ്ണയിക്കുന്നത്. ഈ അനുപാതം നിർണ്ണയിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതാണ്. ഒന്ന്, സംസ്ഥാനത്തിൽ നിന്നുള്ള നികുതി പിരിവിൻ്റെ വിഹിതം, സംസ്ഥാനം വിവിധ മേഖലകളിൽ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ, അവരുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ പിന്നോക്കസ്ഥിതി, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ വിഹിതം നിർണ്ണയിക്കുന്നത്. നമ്മൾ ഈ വിഹിതത്തിൻ്റെ കുറവ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കലക്ഷനും ഇതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ നികുതി പിരിവിലുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യക്ഷ നികുതിയിലും പരോക്ഷ നികുതിയിലും കേരളത്തിൻ്റെ വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാവുന്നതാണ്. ഈ കുറവിനുള്ള കാരണം സാമ്പത്തികമായിട്ടുള്ള വളർച്ച കേരളത്തിൽ ഉണ്ടാകുന്നില്ല, അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വിഹിതം കുറയാനുള്ള ഒന്നാമത്തെ കാരണം. ഉദാഹരണമായിട്ട് ഡയറക്റ്റ് ടാക്സസ് ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2018-19 കേരളത്തിൻ്റെ വിഹിതം 1.5% ഉണ്ടായിരുന്നു. നമ്മുടെ ജനസംഖ്യ അനുപാതം 2.5 ആണെന്ന് ഓർക്കണം. 2.5 ജനസംഖ്യ അനുപാതമുള്ള കേരളത്തിൻ്റെ പ്രത്യക്ഷ നികുതിയിലുള്ള അനുപാതം 2018-19 1.5 ഉണ്ടായിരുന്നുള്ളൂ, ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 2023-24 ആകുമ്പോഴേക്ക് വീണ്ടും കുറഞ്ഞ് 1.22% ഇരിക്കുകയാണ്. അതായത് 2.5% ജനസംഖ്യയുടെ അതിൻ്റെ പകുതി റേറ്റ് കിട്ടുമ്പോഴും 1.25 വേണം. അത് 2023-24 വെറും 1.22 ഉള്ളൂ. അപ്പോൾ നികുതി വിഹിതത്തിൽ നമുക്ക് 1.22 ഉള്ളൂ, എന്നിട്ടും നമുക്ക് 1.9% വിഹിതം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വിസ്മരിക്കപ്പെടുന്ന വസ്തുത. അപ്പോൾ ഈ കാലാകാലമായിട്ട് നമ്മുടെ നികുതി വിഹിതത്തിൽ വരുന്ന കുറവ്, ഇനി GST പോലെയുള്ള പരോക്ഷ നികുതികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു വിഹിതം നമുക്കില്ല എന്നുള്ളതാണ്. 2.5% പോപ്പുലേഷൻ്റെ പ്രപ്പോർഷനുള്ളപ്പോൾ നമ്മുടെ GSTയുടെ വിഹിതം 2% ഉള്ളൂ. പ്രത്യക്ഷ നികുതി ആയാലും പരോക്ഷ നികുതി ആയാലും ജനസംഖ്യാനുപാതികമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കളക്ഷൻ ഇല്ല. പക്ഷേ നമ്മുടെ ഒരു പെർസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമാണ് നികുതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതല്ല ശരി എന്നുള്ളത് ഈ ഡാറ്റ ഓരോ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 1.22% മാത്രമാണ് പ്രത്യക്ഷ നികുതിയിൽ ഏറ്റവും അവസാനമായിട്ടുള്ള 23-24 കണക്കനുസരിച്ചിട്ട് നമുക്ക് ഉള്ളത്, കോൺട്രിബ്യൂഷൻ ഉള്ളത് എന്ന് കാണുമ്പോൾ കോൺട്രിബ്യൂഷനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട് പെർസെൻറ്റേജ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇരട്ടിയില്ലെങ്കിലും 1.25 ആണ്, അത് 1.96 കിട്ടുന്നുണ്ട്.
അപ്പോൾ പ്രപ്പോർഷനേറ്റായിട്ട് പ്രത്യക്ഷ നികുതി വരുമാനത്തിലുള്ളതിനേക്കാൾ കൂടുതലാണ് ഈ കിട്ടുന്നത്. അപ്പോൾ നികുതി വരുമാനവും കുറഞ്ഞു വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് ഈ കോൺട്രിബ്യൂഷൻ നമ്മുടെ അടുത്ത് കുറയുന്നത്? നമ്മുടെ എക്കണോമി വേണ്ടത്ര വികസിക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ വിഹിതം നമ്മളിത് കൂടും, അപ്പം നമുക്ക് കിട്ടുന്നതിൽ കുറയും. പിന്നെ ഈ വിഹിതത്തിനെ സ്വാധീനിക്കുന്നത് അത് മാത്രമല്ല. അപ്പം നമ്മൾ വേരിയസ് ഇൻഡിസസ് എടുത്തിട്ട് ഇന്ത്യ രാജ്യം പുറകിലാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ വേരിയസ് ഇൻഡിസസ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ ഇൻഡിസസിൽ പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കണം. എന്നാൽ മാത്രമേ ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന, പ്രത്യേകിച്ചും വളരെ പിന്നോക്ക സംസ്ഥാനങ്ങൾ, ബിമാരു സ്റ്റേറ്റ്സ് ഒക്കെ എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പരിഗണന കൊടുക്കുന്നത് നമുക്ക് മുന്നോട്ട് പോയ മേഖലകളിൽ കിട്ടുന്നതിനേക്കാളും പ്രത്യേക പരിഗണന കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഒരു ചോദ്യം വരുന്നത്, നമ്മൾ ചില മേഖലകളിൽ മുന്നോട്ട് വന്നു എന്നുള്ളതിന് നമുക്ക് ഇൻസെൻറ്റീവ് അല്ലേ വേണ്ടത്, അത് ഡിസിൻസെൻറ്റീവ് ആവാൻ പാടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയം സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ. അപ്പോൾ ഇതിൽ മുന്നിൽ നിന്ന് ജനതയ്ക്കാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനും കൂടുതൽ പുരോഗതി പ്രാപിക്കാനും ഏറ്റവും കഴിവ് വേണ്ടത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള അന്വേഷണത്തിന് പകരമാണ് ഇത് നേരെ തിരിച്ച് വരുന്നത്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നത്, കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻസ് എന്നുള്ള ഹെഡിൽ 53,000 കോടി രൂപയാണ് കേരളത്തിന് സ്പെഷ്യൽ അസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. ഈ 53,000 കോടി രൂപ മറ്റ് കേരളത്തിൻ്റെ 7 ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിന് കിട്ടിയിട്ടില്ല. ഇത്ര എമൗണ്ട് വലിയ സംസ്ഥാനങ്ങൾക്ക് പലതും കിട്ടിയിട്ടില്ല. കിട്ടിയിരിക്കുന്നത് ബംഗാളിൽ മാത്രമാണ് നമ്മൾക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. ഈ എമൗണ്ട് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ കീഴിൽ കിട്ടുമ്പോൾ നമ്മൾ അത് ബുദ്ധിപൂർവ്വം ചെലവാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വരികയില്ലായിരുന്നു. കാരണം ഈ 53,000 റുപ്പീസ് മാത്രമല്ല, ഇത് 5 വർഷത്തേക്കാണ് തന്നിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയില്ലാതെ അതിൻ്റെ മേജർ പോർഷൻ തുടക്കത്തിലെ കൂടുതലായിട്ട് ചെലവഴിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി. മാത്രമല്ല, ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, GST നടപ്പാക്കിയപ്പോൾ 5 വർഷത്തേക്ക് നഷ്ടപരിഹാരം നൽകും, അഥവാ പിരിവിൽ ഷോർട്ട് ഫാൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നടപ്പാക്കി തുടങ്ങുമ്പോൾ തന്നെ 5 വർഷത്തേക്ക് ഇത് കിട്ടുകയുള്ളൂ എന്നും അതിന് ശേഷം കിട്ടുകയില്ല എന്നുള്ളതുമായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടന്നില്ല എന്നുള്ളതും ഈ ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചിട്ടുള്ള ഘടകമാണ്. നമ്മുടെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഒക്കെ വളരെ കുറവാണെന്ന്. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ജീവിത നിലവാരം വെച്ച് നോക്കിയാൽ, അങ്ങനെ ഒരു ഇൻഡിസസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന നിലയിൽ പരിഗണിക്കാവുന്ന സംസ്ഥാനമാണ് കേരളം. ഈ വിരോധാഭാസത്തിന് കാരണം എന്താണ്? ഒന്നാമത്തത്, നമ്മുടെ പ്രത്യക്ഷ നികുതിയിലുള്ള വരുമാനത്തിൻ്റെ കുറവിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വരുമാനം മുഖ്യമായും വിദേശത്തു നിന്നാണ്. വിദേശത്തു നിന്നുള്ള വരുമാനം പൂർണ്ണമായും ആദായ നികുതിയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് മറ്റു സംസ്ഥാനത്ത് സ്വദേശത്ത് പണിയെടുത്ത് സമ്പാദിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭം നടത്തി സമ്പാദിക്കുന്ന ആൾക്കാർ കൊടുക്കേണ്ട അത്ര ബാധ്യത, നികുതി ബാധ്യത നമ്മുടെ ജനങ്ങൾക്ക് വരുന്നില്ല. ഇത് നമ്മുടെ കോൺട്രിബ്യൂഷൻ പെർസെൻറ്റേജ് കുറയാനുള്ളൊരു കാരണമാണ്. ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആദായ നികുതിയുടെ 42% സംസ്ഥാനങ്ങൾക്ക് ഡിവോൾവ് ചെയ്യുമ്പോൾ അതിൽ ഒരു കുറവ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. മറ്റ് സംസ്ഥാനക്കാർക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ചെലവുകളും, അതേപോലെ ആദ്യം 30%-ലധികം ഇൻകം ടാക്സ് കൊടുത്ത് ചെലവുകളും കഴിഞ്ഞുള്ള മിച്ചം മാത്രമേ നിക്ഷേപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻകം ടാക്സ് കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട് കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. ആ എമൗണ്ട് നിക്ഷേപമായിട്ട് സ്വീകരിക്കാൻ, അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നതിൽ വന്ന പരാജയമാണ് ഇവിടെ വെളിവാകുന്നത്.
മറ്റുള്ള സംസ്ഥാനക്കാർക്ക് ആ ഇൻകം ടാക്സ് കൊടുക്കണം, നമുക്ക് ഈ വിദേശത്തുള്ള വരുമാനമായതുകൊണ്ട് അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആ സംഖ്യ അതൊരു വലിയ സംഖ്യയാണ്. കാരണം വരുമാനത്തിൻ്റെ 30-33% അത് വരും. ആ 33% ടാക്സ് കൊടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ലഭ്യമായത് സ്വരൂപിക്കാനും അത് ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ട നടപടികൾ എടുക്കുന്നതിൽ നമുക്ക് വന്ന പരാജയമാണ് അവിടെ വെളിവാകുന്നത്. പരോക്ഷ നികുതിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു ഫിഗർ എത്തുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, മറ്റ് സംസ്ഥാനങ്ങളെ പേഴ്സണൽ എക്സ്പെൻഡിച്ചറിന് ചിലവാക്കുന്നത് പോലെ തന്നെ അവരുടെ ഇൻഡസ്ട്രിയുടെ വ്യവസായങ്ങളുടെ പർച്ചേസ് കൂടിയുണ്ട്. നമുക്ക് വ്യവസായങ്ങളില്ലാത്തതുകൊണ്ട് അതിൻ്റെ പർച്ചേസ് വളരെ തുച്ഛമാണ്. അത് നമ്മുടെ GST ഇൻകം കുറയാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, നമ്മളെ അടുത്ത് വരുന്ന പണം ഈ ഇൻവെസ്റ്റ്മെൻറ്റിലോ ഒന്നും പോകാതെ നമ്മൾ ഏറ്റവും അധികം ചിലവഴിക്കുന്ന ഫാക്ടർ ഗോൾഡാണ്. ഗോൾഡിൻ്റെ GST റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതാണ്. മറ്റ് സാധനങ്ങൾക്ക് 18%, 28%, അതിൻ്റെ മേലെ സെസ്സും ഒക്കെ ഉള്ളപ്പോൾ കേരളീയർ 1 ലക്ഷം കോടിയിലധികം രൂപ ഒരു വർഷം ചിലവഴിക്കുന്നത് ഗോൾഡ് വാങ്ങാനാണ്. ആ ഗോൾഡിന് 3% മാത്രമേ GST ഉള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, ഈ 3% GST കിട്ടുകയാണെങ്കിൽ തന്നെ 1 ലക്ഷത്തിന് 3,000 കോടിയെങ്കിലും കിട്ടണം. നമുക്ക് ഒരു വർഷവും അതിൻ്റെ 4/1 പോലും പിരിച്ചെടുക്കുന്നുമില്ല. അപ്പോൾ ഈ കാരണങ്ങളാണ് നമ്മളെ ഈ പ്രത്യക്ഷ നികുതി ആയാലും പരോക്ഷ നികുതി ആയാലും നമ്മുടെ വരുമാനം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ, നാഷണൽ കിറ്റിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ തന്നെ കുറയാനുള്ളൊരു കാരണം. അപ്പം നമ്മൾ ഈ വിഹിതത്തിൻ്റെ കുറവിനെ പറ്റി പറയുമ്പോൾ ഈ കോൺട്രിബ്യൂഷൻ്റെ കുറവ് അതിലും സീവിയർ ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നില്ല. അതിലേക്കുള്ള കാരണം അന്വേഷിച്ച് പോയാലാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ് ഈ പറഞ്ഞ കാരണങ്ങൾക്ക് വരുന്നത്. നമ്മൾ തുടങ്ങിയത് തന്നെ എന്താണ്? നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം ഇതൊരു രോഗലക്ഷണം മാത്രമാണ്, യഥാർത്ഥ രോഗം സാമ്പത്തികമായിട്ടുള്ള മുരടിപ്പാണെന്നാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ എക്കണോമിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറും ക്ഷേമ വ്യവസ്ഥയാണ് നമ്മൾ എൻവിസേജ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പാൻഷൻ നമ്മുടെ എക്കണോമിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിലേക്ക് തന്നെയാണ് ഈ നികുതി പിരിവിലുള്ള ലോ പെർസെൻറ്റേജും വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയൊക്കെ അടിസ്ഥാന പ്രശ്നം എക്കണോമിയുടെ എക്സ്പാൻഷൻ വേണ്ട പോലെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അന്വേഷിച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും ബേസിക് ആയത് നമുക്ക് മത്സരക്ഷമത നിലനിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ അതിന് പുറമെ മറ്റ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റി കോർപ്പറേറ്റിസം, അതിനെ സ്വരൂപിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടായില്ല. പിന്നെ രാഷ്ട്രീയത്തിന് പ്രൊമിനൻസും എക്കണോമിക്ക് ആ ഒരു നെഗ്ലക്റ്റും വന്നു. അത് നേതൃരംഗത്തായാലും വിഭവത്തിൻ്റെ അലോക്കേഷനിലായാലും വന്നു എന്നുള്ളത്. ഈ കാരണങ്ങളൊക്കെ തന്നെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നികുതിയുടെ കാര്യത്തിലാവട്ടെ, ഇനിയിപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തിലാവട്ടെ, മറ്റ് സംസ്ഥാനക്കാരൊന്നും അത് ചെയ്യുന്നില്ല. നമ്മൾ വളരെ കൃത്യമായി ചെയ്യുന്നവരാണ്. അതും നമ്മൾക്ക് ഒരു മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ ചിലവ് വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് നമ്മൾ കാലാകാലമായി വെച്ച് പുലർത്തുന്ന ഒരു പെർസെപ്ഷൻ മാത്രമാണിത്. ഈ പെർസെപ്ഷൻ ഈ പാലത്തിനടിയിലൂടെ വെള്ളം ഓരോ വർഷവും ഒലിച്ചു പോകുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ അവെയറല്ല. ഇത് നമ്മുടെ ഇന്ത്യയുടെ മൊത്തം GDPയിൽ കേരളത്തിൻ്റെ GDPയുടെ കോൺട്രിബ്യൂഷൻ എടുത്താൽ അതിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ബംഗാളിനും ഈക്വലി റെലവൻ്റാണ്. ബംഗാൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് റിപ്പബ്ലിക് ആവുന്ന സമയത്ത് ഇന്ത്യൻ GDPയുടെ 24% വെസ്റ്റ് ബംഗാളിൻ്റെ കോൺട്രിബ്യൂഷനായിരുന്നു. ഇപ്പോൾ അത് 5% ഉള്ളൂ. 24% ഏകദേശം 4/1 നിന്നാണ് 21 അത് താഴുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മുമ്പെന്നോ ഉള്ള ഒരു ധാരണ വെച്ചിട്ടാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി നമ്മൾ ബോധവാന്മാരല്ല. അപ്പോൾ നികുതിയുടെ വരുമാനത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ നികുതി വരുമാനം ജനസംഖ്യാനുപാതികമായിട്ട് പോലും ഈ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു. 1.22% ഡയറക്റ്റ് ടാക്സസ് ആയാലും 2%-അടുത്തുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് ആയാലും 2.6% എന്നുള്ള ജനസംഖ്യാ അനുപാതത്തിൻ്റെ അടുത്തെത്തുന്നില്ല. ഇനി മറ്റൊരു കാര്യം നോക്കാം. കേരളം ഒരു വർഷം കൊണ്ട് പിരിക്കുന്ന GST ആണ് മഹാരാഷ്ട്ര ഒരു മാസം കൊണ്ട് പിരിക്കുന്നത്. അത് ഒരു കമ്പാരിസനാണ്. ഇനി ഹരിയാന പോലെ കേരളത്തിനേക്കാളും ചെറുത് എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ്, അതിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ GST വരുമാനം കേരളത്തിൻ്റെ 5 ഇരട്ടിയാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം, ഒരു സാമ്പത്തിക വർഷം കൊണ്ട് അതിലുണ്ടായിട്ടുള്ള വർധനവ് കേരളത്തിൻ്റെ മൊത്തം GST വരുമാനത്തിന് തുല്യമാണ്.
അതായത് കേരളം ഒരു വർഷം മൊത്തം ഇപ്പോൾ GST എത്ര പിരിക്കുന്നു അത്രയും ഇൻക്രീസ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഹരിയാനയുടെ GST കളക്ഷനിലുണ്ടായി എന്നുള്ളതാണ്. ഡാറ്റ സപ്പോർട്ട് ചെയ്യുന്ന നിഗമനങ്ങളല്ല. ഇനി നമ്മൾ റെയിൽവേൻ്റെ കാര്യത്തിലേക്ക് വരിക. റെയിൽവേൻ്റെ കാര്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും കാണും കേരളീയർ മാത്രമേ ടിക്കറ്റ് എടുത്ത് കയറുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കള്ളവണ്ടി കയറുന്നവരാണ് എന്നുള്ളൊരു നെറേറ്റീവും കാണാം. പക്ഷേ എന്താണ് ഫാക്റ്റ്? ഇന്ത്യയിലെ 50 കോടിക്ക് മേലെ വരുമാനമുള്ള സ്റ്റേഷൻസിൻ്റെ ഒരു ഡാറ്റ റീസെൻ്റ്ലി വന്നായിരുന്നു. ഏകദേശം 53,000 കോടിയാണ് ഈ 50 കോടിക്ക് മേലെ വരുമാനമുള്ള സ്റ്റേഷൻസിൻ്റെ മാത്രം വരുമാനം. അതായത് യാത്രാ വരുമാനം മാത്രമാണ്, ചരക്കൊന്നും അതിൽ വരുന്നില്ല. അതിൽ കേരളത്തിൻ്റെ വിഹിതം ഏകദേശം 1,700 കോടി മാത്രമാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3%. എന്നാലും നമ്മൾ പറയും നമ്മൾ മാത്രമേ ടിക്കറ്റ് എടുത്ത് കയറുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇല്ല എന്നുള്ളത്. ടിക്കറ്റ് എടുക്കാതെ കയറുന്നവർ എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഔട്ട്ഡേറ്റഡ് പെർസെപ്ഷനാണ്, അതിനൊന്നും യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല. നമ്മൾ വലിയ പ്രതീക്ഷയിൽ ഒരു 3 പതിറ്റാണ്ട് മുമ്പ് ജനകീയാസൂത്രണം കൊണ്ടുവന്നല്ലോ. പക്ഷേ അത് കാര്യമായിട്ട് ഇവിടെ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? ശരിക്കും ജനകീയാസൂത്രണം നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു മിഷൻ ആയിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു യൂഫോറിയ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്നുള്ളതാണ്. അതിൽ നിന്നും മെറ്റീരിയലായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് എവിടെയും കാണാനില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 കേരളം ഒട്ടാകെയുള്ള 1000 പഞ്ചായത്തുകളും ഏകദേശം 100ഓളം നഗരസഭകളും എടുത്തിട്ട് അവിടെ നടപ്പാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് ജനകീയാസൂത്രണത്തിൻ്റെ ഫലമായിട്ട് വളർന്നു വന്ന സംരംഭങ്ങളാണ്, അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കൊരു 10 പോലും കാണിക്കാൻ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംരംഭങ്ങൾ നടത്തുമ്പോൾ അതാര് നടത്തുന്നു, എന്താണ് എൻറ്റിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അവർ സമാഹരിക്കുന്ന ധനം ഏത് രീതിയിലാണ് എന്നുള്ളതും, ഈ 2 കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ജനകീയാസൂത്രണത്തിന് വളരെ വലിയ പരാജയം വന്നു. ഇത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ, ഞാൻ ആസ് എ ബാങ്ക് എംപ്ലോയി ജനകീയാസൂത്രണത്തിൻ്റെ പ്രാഥമിക സമ്മേളനത്തിൽ പോയി അറ്റൻഡ് ചെയ്ത ഒരാളാണ്. ആ അനുഭവം കൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ധനസമാഹരണം എന്നുള്ള ഒരു സെഷൻ പാനലിലേക്കാണ് ബാങ്കുകാരെ വിളിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് ധനസമാഹരണം എന്നുള്ളൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ധനസമാഹരണം, എന്താണ് ആക്ടിവിറ്റി, ഇത് ഉൽപ്പാദനപരമാണോ അതല്ല ഒരു സേവനപരമാണോ, അതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണോ അതല്ല ഒരു ക്ഷേമ പരിപാടി എന്നുള്ളതിൽ നടപ്പിലാക്കുന്നതാണോ, ഈ മാതിരിയുള്ള വ്യതിരിക്തതയോടുകൂടി വേണം നമുക്കതിനുള്ള ധനസമാഹരണത്തിൻ്റെ വഴി കണ്ടുപിടിക്കാൻ. മാത്രമല്ല ഇത് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതും വളരെ റെലവൻ്റാണ്. പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവർക്ക് ഏർപ്പെടാവുന്ന നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. ജനകീയാസൂത്രണം എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു സംരംഭങ്ങളെ കൂടി വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ സംഘടനാ രൂപം അത് പ്രൊപ്പറേറ്റർഷിപ്പായിട്ടാണോ, പാർട്ട്ണർഷിപ്പായിട്ടാണോ, അതല്ല സൊസൈറ്റിയാണോ, അതല്ല കമ്പനികൾ രൂപീകരിച്ചാണോ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതേപോലെ ഓരോ പ്രവൃത്തിയും അത് ഇൻകം ജനറേറ്റിംഗ് ആണോ, അതിൽ നിന്നും അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് വേർതിരിച്ചാൽ മാത്രമേ അതിന് ഓരോന്നിനുമുള്ള സംഘടനാ രൂപം എന്താണെന്നും അതിന് സമാഹരിക്കേണ്ട വിധം എന്താണെന്നും പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ഷമമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിനിപ്പോൾ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പോ അതല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ രൂപീകരിക്കുകയാണെങ്കിൽ അതിന് മൂലധനമായിട്ട് മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് പണം കൊണ്ടുവരാം. ആ മൂലധനം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ ഭാവിയിൽ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ അതിലേക്ക് മുന്നിട്ട് വരും. പക്ഷേ ഇവിടെ ധനസമാഹരണം എന്ന് പറയുമ്പോൾ ഒരു വൺ ടൈമായിട്ട് കിട്ടുകയും അത് പോവുകയും ചെയ്യുക എന്നുള്ളൊരു ലിമിറ്റഡ് പരിപ്രേക്ഷ്യത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ആരാണ് ചെയ്യേണ്ടത്? ഇതിൽ പലതും പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ നേരിട്ട് ചെയ്യാൻ പറ്റാതെ, ഒരു ഫാക്ടറി നടത്തുക എന്നുള്ളത് ഒരു പഞ്ചായത്തിന് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് ഒരു പ്രത്യേക സെറ്റപ്പ്, ഒരു എൻറ്റിറ്റി ഉണ്ടാക്കണം. അപ്പോൾ ഈ എൻറ്റിറ്റികളെ പറ്റിയുള്ള ധാരണയോ ഡിഫറൻറ്റ് എൻറ്റിറ്റീസിന് ഡിഫറൻ്റായ രീതിയിലാണ് ധനസമാഹരണം വേണ്ടത് എന്നുള്ള ധാരണയോ ഇതിൻ്റെ താഴോട്ടുള്ള തലത്തിലേക്ക് കൊടുക്കുന്നതിൽ അതിൻ്റെ ദർശനം രൂപവൽക്കരിച്ചപ്പോൾ അല്ലെങ്കിൽ അത് താഴോട്ട് കൺവേ ചെയ്തപ്പോൾ വലിയ പരാജയം പറ്റി. ഞാൻ അവിടെ വന്ന റിസോഴ്സ് പേഴ്സൻ്റെ അടുത്ത് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു മറുപടി ഇല്ലാത്തതുകൊണ്ട് ബാങ്കുകാർ ഒബ്സർവേഴ്സായിട്ട് ഇരുന്നാൽ മതി എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്.
അപ്പോൾ അവിടെ തന്നെ ഈ കാര്യത്തിലുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തിൽ പറയാമായിരുന്നു. അപ്പം ഒബ്സർവേഴ്സ് ആയിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായ തുറക്കണ്ട എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. മാത്രമല്ല അവർക്ക് തന്നെ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി അവിടെ വെളിയാക്കപ്പെട്ടു. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ജനകീയ ആസൂത്രണ പരിപാടി ഫലപ്രദമാവാതിരിക്കാൻ കാരണം, അല്ലെങ്കിൽ അതൊരു ഇമ്പാക്റ്റും ഉണ്ടാവാതിരിക്കാൻ കാരണം ഈ രണ്ട് കാര്യങ്ങളിൽ വന്ന പാളിച്ചയാണ്. ആര് ചെയ്യണം, ഏത് എൻറ്റിറ്റിയാണ് ഇത് ഏറ്റെടുക്കുന്നതെന്നും ഇതിൻ്റെ ഏത് രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് ആ എൻറ്റിറ്റി ഏറ്റെടുക്കുന്നതെന്നും അതിനനുസരിച്ച് വേണം ധനസമാഹരണത്തിനുള്ള വിവിധ വഴികൾ നേടാൻ. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. വിഭവ സമാഹരണം, വിഭവം എന്ന് പറയുമ്പോൾ നോട്ടെല്ലാം ഒരുപോലെയാണ് ഏതിനുണ്ട്. പക്ഷേ അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ, ഫിനാൻസിലേക്ക് വരുമ്പോൾ അത് പല രീതിയിലുണ്ട്. റവന്യൂ അക്കൗണ്ട് വേറെയുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് വേറെയുണ്ട്, സർപ്ലസ് വേറെയുണ്ട്. ഇതിന് ഓരോന്നും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. മൂലധന അക്കൗണ്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മൂലധന പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വിസ്ഡം ഉണ്ടല്ലോ, വിത്തെടുത്ത് കുത്തുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അത് സംഭവിക്കും. അപ്പോൾ ഈ മൂലധനം ഏതാണ്, റവന്യൂ ഏതാണ്, സർപ്ലസ് ഏതാണ് എന്നുള്ള ഒരു വ്യതിരിക്തത കൊടുത്ത് അതിൽ നിന്നും, ഇത് സർക്കാരിന് മാത്രമല്ല, ഇത് നമ്മുടെ എൻ്റർപ്രനേഴ്സിനും വരുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ ബാങ്കുകളിൽ നമുക്ക് കാണാം ചില ബോറോവേഴ്സ് ഉണ്ട്, അവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്ന് പറയും. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ആക്ടിവിറ്റി ചെയ്യും, അടുത്ത സൈക്കിൾ ചെയ്യേണ്ടപ്പോൾ അവർ വീണ്ടും വന്നിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിലൊരു ക്യാപിറ്റൽ പാർട്ട് ഉണ്ടെന്നും അത് ഇവരുടെ റവന്യൂയോ സർപ്ലസോ അല്ല എന്നുള്ളതും അത് അടുത്ത പ്രൊഡക്ഷൻ സൈക്കിളിന് ഉപയോഗിക്കേണ്ടതാണെന്നും അതിൻ്റെ മിച്ചം മാത്രമേ ഇവർക്ക് ഡ്രോ ചെയ്യാനുള്ളൂ എന്നുള്ളൊരു ധാരണ അവരിൽ ഇല്ല എന്നുള്ളതാണ്. ഏകദേശം അതേ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസും ഈവൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 70%, 80%, 85% ഈ 3 കാര്യങ്ങൾക്കേ തികയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല അങ്ങനെ ഇതിൻ്റെ 80-85% ഇതിന് പോകുമ്പോൾ വിഭവ സമാഹരണത്തിൽ എന്തെങ്കിലും കുറവുണ്ടാവുകയും ഒരു കട്ട് വരികയും ചെയ്താൽ ഇതിലൊന്നും കട്ട് വരാൻ പറ്റില്ല. പിന്നെ ആ ബാക്കി വികസനത്തിന് മാറ്റി വെച്ച 15%-നാണ് കട്ട് വരുന്നത്. മാത്രമല്ല ആ വികസനം ഉദ്ദേശിച്ചാണ് ഇവരൊക്കെ വെച്ചിരിക്കുന്നതെങ്കിൽ അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ജോലിയില്ല. കാരണം ആ 15% കിട്ടിയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ, ബാക്കിയുള്ള 85% ഇതിന് പോയി. അപ്പോഴെന്താവുന്നു, ഗവൺമെൻറ് മിഷനറി മൊത്തം സ്റ്റാൻഡ് സ്റ്റില്ലാവുന്ന ഒരവസ്ഥ വരുന്നു. അതാണ് ഇപ്പം നമുക്ക് കാണുന്നത്. ഇപ്പോൾ അതിലും കൂടുതൽ രൂക്ഷമായിട്ട് സർക്കാർ ആശുപത്രിയിൽ വാങ്ങിയ മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ സ്പോർട്സ് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനോ അതും അല്ലെങ്കിൽ മറ്റേ സ്കൂളുകളിൽ ലാബിലേക്ക് അത്യാവശ്യമുള്ളത് വാങ്ങാനോ പോലും പണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സോവറിൻ ഗ്യാരണ്ടി വരെ നമുക്ക് ഓണർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈവൻ സപ്ലൈകോയിൽ പറയാം, സപ്ലൈകോയിൽ ഒരുപാട് സ്ഥിരം ജീവനക്കാരുണ്ട്, അവർ കുറച്ച് പേരെ ടെമ്പററി ആയിട്ടും എടുക്കുന്നുണ്ട്. സാധനമൊന്നും കൊടുക്കാനില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ അവിടെ? പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫിക്സ്ഡ് ആണ്. ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ. മൊത്തം അലോക്കേഷനിൽ ഇത്ര % സാലറിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇത്ര % പെൻഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇത്ര % ഇൻട്രസ്റ്റിനുള്ളൂ, ബാക്കിയുള്ളത് മറ്റ് കാര്യങ്ങൾക്ക് വേണം എന്നുള്ളൊരു സ്റ്റിപ്പുലേഷൻ വേണം. വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ജനപ്രതിനിധികൾ ഈ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കുമ്പോൾ അവരതിനെപ്പറ്റി വളരെ പർട്ടിക്കുലറാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശമ്പള ബില്ല് പാസ്സാക്കാനുള്ളത് എങ്ങനെയെങ്കിലും ചെയ്യുക, അത് മുടങ്ങാതിരിക്കുക എന്നുള്ള ഒരു പ്രയോറിറ്റി അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്തിനാണോ ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവർക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ വികസന പ്രവർത്തനങ്ങൾക്കോ ചെലവഴിക്കാൻ വല്ല പണമുണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ എന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം ആരും തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ആ മഹത്തായ അവസരം കൃത്യമായ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നശിച്ചതിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ലോകത്ത് സാമ്പത്തികമായി മുന്നേറിയ ഏതൊരു ജനസമൂഹത്തെ എടുത്താലും അവർക്ക് സാമ്പത്തികമായൊരു സാക്ഷരത, അതിൻ്റെ പാഠങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവും. അതില്ലാത്തവർ മുഴുവൻ പാപ്പരായ ചിത്രമാണുള്ളത്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ മലയാളികൾ വളരെ അറിവിൻ്റെ കാര്യത്തിൽ മുമ്പിലാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ സാമ്പത്തികമായ അറിവ്, അതിന് കിട്ടിയ പാഠങ്ങൾ നമുക്ക് വളരെ കുറവല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു.
ഈ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ പ്രാഥമികമായിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസമാണ്, പിന്നെ നമ്മുടെ മീഡിയയാണ്, പിന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അനുയായികൾക്കും പൊതുസമൂഹത്തിനും നൽകുന്ന മെസ്സേജസാണ്. ഈ മെസ്സേജസ് എല്ലാം തന്നെ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് കേരളത്തിലെ പശ്ചാത്തലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠനം കേരളത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒന്നാമത്തത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എന്നുള്ളൊരു മുൻവിധിയിലാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിതരണമാണ് എപ്പോഴും നമ്മുടെ ഒബ്സഷൻ. ഉൽപ്പാദനം എന്നുള്ളത് നമ്മുടെ ഒബ്സഷനല്ല. വിതരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ബോധർ ചെയ്യുന്നത്. ഉൽപ്പാദനം നടന്നാലേ വിതരണം നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉൽപ്പാദനത്തിന് തുല്യമായിട്ടുള്ള പ്രാധാന്യം വേണം എന്നുള്ള ഒരു ബോധം നമുക്കിനിയും വന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് റേഷൻ കൊടുക്കാൻ പറ്റുന്നത്? മറ്റേതോ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ നെല്ലും ഗോതമ്പും ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മളെ റേഷൻ വിതരണം നടക്കുന്നത്. നമ്മളത് ഉൽപ്പാദിച്ചിട്ടില്ല. മാത്രമല്ല, മുമ്പൊരിക്കലും ഒരു മന്ത്രി തന്നെ ചോദിച്ചല്ലോ, എന്തിനാണ് അവർ നെല്ലുണ്ടാക്കുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയാൽ പോരെ എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ നമ്മൾ പരിഗണിക്കാൻ. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രത്തിനെ തന്നെ നമ്മൾ ഒരു മോശമായ രീതിയിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പഠിച്ച് ലോകത്തുള്ള എല്ലാ ജനതകളും ചെയ്യുന്നത് പോലെ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം? ദുർലഭമായിട്ടുള്ള വിഭവങ്ങളിൽ നിന്നും വിപുലമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള പരിശോധനയാണ് ഇത് എന്നുള്ള ഒരു പോസിറ്റീവ് അർത്ഥത്തിൽ നമ്മളതിനെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഉപയോഗപ്പെടുത്താനും അതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിലെ സമ്പദ്ഘടന വളർത്തിയെടുക്കാനും കഴിയുള്ളൂ. ഇവിടെ ഈ പ്രൈമറി അപ്രോച്ച് തന്നെ അത് മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് അക്സെപ്റ്റബിൾ അല്ല. അതിന് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ അത് വരുന്നത്. നമ്മുടെ മീഡിയ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ. അതുകൊണ്ട് ഇതിൻ്റെ ശരിയായ രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നടക്കുന്നില്ല. ഉദാഹരണത്തിന് അവിടെ കുത്തക, ഒന്നാമത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുത്തക എന്നുള്ളതാണ്. സത്യത്തിൽ എവിടെയാണ് കുത്തക? ഈ KSEB പോലെ ഗവൺമെൻറ് സെക്ടറിൽ മാത്രമേ കുത്തകകൾ അവശേഷിക്കുന്നുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ എല്ലായിടത്തിലും മത്സരമാണ് നടക്കുന്നത്. ഇനി ആ മത്സരത്തിൽ തന്നെ എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടത്ര റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. നമുക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഫ്രോഡ് ചെയ്ത് കഴിഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഈ റെഗുലേറ്ററി ഏജൻസീസ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസീസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ബോധർ ചെയ്യുന്നതിന് പകരം ഈ സംവിധാനത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് വിപുലമായ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ ഇതിനെ എങ്ങനെ പഠിച്ചുപയോഗിക്കാം എന്നുള്ള ചിന്ത അത് വേണം. പക്ഷേ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠനം തന്നെ ഇതെന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ അതിനെ ഒരു ബാഡ് ലൈറ്റിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ നമുക്കറിയാം ശരിക്കും ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ നടപടിയെടുക്കുമ്പോൾ ആരിലാണ് അത് എത്തിച്ചേരുന്നത്? നമ്മൾ കോമ്പറ്റീഷൻ കമ്മീഷനെ പറ്റി എപ്പോഴാണ് കേട്ടത്? വിനയൻ്റെ കേസ്, സിനിമാ രംഗത്ത് വിനയനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയ കേസിലാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഇടപെടലും ഇങ്ങനെയൊരു കമ്മീഷൻ ഉണ്ടെന്നും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇത് നമുക്ക് ആ അറിവ് വന്നത്. അതും അദ്ദേഹത്തിനെ മൂലക്കിരുത്താൻ ശ്രമിച്ച ആരാണ് അതിൽ പ്രതിസ്ഥാനത്ത് വന്നതെന്നുള്ളത് ശ്രദ്ധയാണ്. അതുപോലെ നമ്മളെപ്പോഴാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷനെ പറ്റി കേൾക്കാൻ തുടങ്ങിയത് എന്നുള്ളതും ഇതാണ്. അപ്പോൾ ഇത്തരം ഓർഗനൈസേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി എല്ലാം നമ്മൾ പറയേണ്ട. അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ അതിനെ നെഗറ്റീവായിട്ട് പഠിക്കുമ്പോൾ അത് നമ്മളിൽ നല്ല സംരംഭങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ നമ്മുടെ ബ്യൂറോക്രസിയിലേക്ക് വരുന്ന ആൾക്കാരിൽ നിന്നും സംരംഭങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കാനോ അല്ലെങ്കിൽ പൊതുജന സമൂഹത്തിന് തന്നെ ഈ സംരംഭങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്, അവയാണ് നമ്മുടെ ഉൽപ്പാദനത്തിനെ താങ്ങി നിർത്തുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വേണം നമുക്ക് പുരോഗതി പ്രാപിക്കാൻ എന്നുള്ള ഒരു ആശയമല്ല കൊടുക്കുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് വേണേൽ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ ഒരു
ചേഞ്ച്, ഒരു പോളിസി ചേഞ്ച് നമ്മുടെ രാഷ്ട്രത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? നമ്മളതിനെ കരിവാരി തേക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിലെന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വേണ്ടി വന്നു, ഇനി നമുക്കിത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു സാധ്യതകളെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. മറിച്ച് ഇത് വളരെ മോശമാണെന്നും ഈ മോശമായ കാര്യം നടപ്പാക്കുന്നതിനെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാമെന്നും അങ്ങനെ പ്രതിരോധിക്കുന്നതിലൂടെ രാഷ്ട്രീയ നേട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിലായിരുന്നു നമ്മുടെ ശ്രദ്ധ. അത് രാഷ്ട്രീയ പാർട്ടികളായാലും മാധ്യമങ്ങളുടെ ആയാലും ഒക്കെ തന്നെ ശ്രദ്ധ അങ്ങനെയായിരുന്നു. അതിനനുസൃതമായ രീതിയിലാണ് നമ്മുടെ കരിക്കുലം രൂപപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ്റെ സത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് എന്ത് ധാരണയാണ് കൊടുക്കുന്നത്? അവർ കൊടുക്കുന്നത് ഇത് വളരെ അപകടകരമാണ് എന്നുള്ള രീതിയിലാണ് മെസ്സേജ് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇത് എൻ്റെ കയ്യിൽ നമ്മുടെ ഡിഗ്രി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ്. ഏത് യൂണിവേഴ്സിറ്റി? ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയാണ്. റീഡിങ്സ് ഓൺ സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര്. സയൻസ് എടുത്തവരായാലും കൊമേഴ്സ് എടുത്തവരായാലും ആർട്സ് എടുത്തവരായാലും അവർ ഡിഗ്രിക്ക് ചേരുമ്പോൾ ഫസ്റ്റ് ഇയറിന് പഠിക്കേണ്ടിയിരുന്ന ഒരു പുസ്തകമാണിത്. റീഡിങ്സ് ഓൺ സൊസൈറ്റി. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ആദ്യത്തെ ലേഖനം തന്നെ ഉള്ളത് വന്ദന ശിവ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിൻ്റെ പേര് ദി സോഷ്യൽ കോസ്റ്റ് ഓഫ് എക്കണോമിക് ഗ്ലോബലൈസേഷൻ. ദി സോഷ്യൽ കോസ്റ്റ് ഓഫ് എക്കണോമിക് ഗ്ലോബലൈസേഷൻ. എക്കണോമിക്സിൻ്റെ യാതൊരു ബാലപാഠവും പഠിക്കാത്ത, എന്താണ് ലിബറലൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല, അത് പഠിപ്പിക്കുന്ന ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പല സാങ്കേതിക പദങ്ങളും അവർക്ക് ഫെമിലിയർ അല്ല. ഈ ഒരു പാഠം വന്ദന ശിവ എഴുതിയത് റെലവൻ്റ് അല്ലേ, ഇത് പഠിക്കണ്ടേ കുട്ടികളെന്ന് ചോദിച്ചാൽ തീർച്ചയായും പഠിക്കണം. പക്ഷേ ഇത് പഠിക്കേണ്ടത് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പഠനമെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി സ്റ്റേജിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ പുസ്തകം MA എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾ അവരുടെ ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. ഇത് ഏത് ക്ലാസ്സിന് വേണ്ടി? ഇതിപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കാൻ, എക്കണോമിക്സ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവന് പോലും നേരിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, സോഷ്യൽ കോസ്റ്റ് ഓഫ് എക്കണോമിക് ഗ്ലോബലൈസേഷൻ എന്നുള്ള ഈ ലേഖനം. അത് ഇതിൽ ആദ്യത്തെ പാഠമാണ്. അപ്പോൾ എന്താണ് ഇത് നേരിട്ട് ഇത് കൊടുക്കാനുള്ള, എക്കണോമിക്സ് എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് പോലും ആദ്യം തന്നെ ഈ ഒരു പാഠം അവൻ ഇംഗ്ലീഷിൽ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള ചേതോവിഹാരം, ഈ ഒരു പുറത്ത് നമുക്ക് എന്താണോ സൃഷ്ടിച്ചെടുക്കേണ്ട പൊതുബോധം അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ സത്യത്തിലൊരു ദുരുദ്ദേശമാണുള്ളത്, സതുദ്ദേശമല്ല. എക്കണോമിക്സ് പഠിച്ചിട്ട് കുട്ടികൾക്ക് അതിൽ നിന്നും എങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിനെ സമ്പദ് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതിൽ ഈ LPG പ്രോസസ്സ് നൽകുന്ന പോസിബിലിറ്റീസ് എന്താണ്, അതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് LPG ഇന്ത്യയിൽ നടപ്പാക്കാൻ ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 30 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ LPG നടപ്പാക്കുമ്പോൾ പാരീസ് നഗരത്തിൻ്റെ GDP ഇന്ത്യ മഹാരാജ്യത്തിന് മൊത്തം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് ബ്രിട്ടനേക്കാളും ഈവൻ ജപ്പാനോട് ചെയ്യുന്നൊരു എക്കണോമിയായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ 30 ഇയേഴ്സ് കൊണ്ട്. ഈ ഗ്രോത്ത് നമുക്കൊരു രാഷ്ട്രം എന്ന രീതിയിൽ നേടാനായപ്പോൾ നമുക്ക് ആ സംസ്ഥാനത്തിന് അതിന് അനുസൃതമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ? അത് ഈ രീതിയിലാണ് നമ്മൾ നെഗറ്റീവായിട്ടാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ പുസ്തകം തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പഠിക്കേണ്ടതാണ്. പക്ഷേ അവർ എക്കണോമിക്സ് എന്താണെന്ന് പഠിച്ചിട്ട്, LPG പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിമർശനാത്മകമായിട്ടുള്ള തലത്തിൽ അതിനെ വിലയിരുത്താൻ പഠിക്കേണ്ട ഒരു ലേഖനമാണ് വന്ദന ശിവയുടെ ഈ ലേഖനം. പക്ഷേ അത് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് വന്നിട്ട് മാത്സോ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ആദ്യം തന്നെ ഈ ഒരു ലേഖനം കൊടുക്കുമ്പോൾ അവിടെ ഉദ്ദേശമല്ല, ദുരുദ്ദേശം. ഇംഗ്ലീഷ് പുസ്തകത്തിലാണ് ഈ ലേഖനം ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉദ്ദേശം എന്താണ്? നമ്മൾ പുറത്ത് വരുന്ന നെറേറ്റീവ്, LPGക്കെതിരെ വരുന്ന നെറേറ്റീവ്സ് നമ്മുടെ കരിക്കുലത്തിലൂടെയും സിലബസിലൂടെയും കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദ ഫോർഗോയിങ് എലിമെൻറ്റ്സ് ഓഫ് SAP ആർ നോട്ട്. എന്നിട്ട് ഇതിൻ്റെ നോട്ട്സിൽ ഒരു എക്സ്പാൻഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ SAP എന്നുള്ളത് ടീച്ചിങ് നോട്ട്സിൻ്റെ ഭാഗമായിട്ട് ഈ ബുക്ക് കമ്പൈൽ ചെയ്തിട്ടുള്ള ആൾ ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് SAP? സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, SAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസേഷൻ പ്രോസസ്സിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള എക്സ്പാൻഷൻ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ അത് വസ്തുതാപരമായിട്ടുള്ള മിസ്റ്റേക്കാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് വരുന്നത്? നമ്മുടെ ലക്ഷ്യം ഇതിനെപ്പറ്റി ശരിക്കും പഠിപ്പിക്കലൊന്നുമല്ല. അപ്പോൾ പിന്നെ എന്ത് എക്സ്പാൻഷൻ കൊടുത്താൽ എന്താണ്? ഈ സ്ട്രക്ചറൽ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു മാറ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഉദാരവൽക്കരണത്തിൻ്റെ 30 വർഷങ്ങൾ 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ എൻവിസേജ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നും അതുതന്നെയാണ് നമ്മൾ ഈ കൂപ്പ് കുത്തുന്നതിനൊരു കാരണം എന്നും പറഞ്ഞപ്പോൾ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് SAP എന്താണെന്ന് പഠിപ്പിക്കുന്നത് തന്നെ ഈ രീതിയിലാണെങ്കിൽ പിന്നെ അത് എങ്ങനെയാണ് പ്രവർത്തനത്തിലേക്ക് വരിക? അപ്പോൾ ഇത് പഠിച്ചു പോകുന്ന ആൾക്കാർ ആലോചിക്കണം. ഇത് എത്രയോ 10 വർഷത്തിലധികം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ ഇത് വായിക്കുമ്പോൾ ഒരു സംശയം ഇതിലുണ്ടായിട്ടില്ല എന്ന്. കാരണം ഈ SAP വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് SAP ആയിട്ട് വരുന്നത്. റിമൂവിങ് ലാൻഡ് സീലിംഗ് റെഗുലേഷൻ, ഡീറെഗുലേറ്റിംഗ് വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ, കോട്ടൺ, എഡിബിൾ ഓയിൽ ഇൻഡസ്ട്രീസ്, അബോളിഷിംഗ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, അബോളിഷിംഗ് ദി ജനറൽ ബാൻ ഓൺ ഫ്യൂച്ചർ ട്രേഡിംഗ്, അബോളിഷിംഗ് ഇൻവെൻട്രി കൺട്രോൾസ്, abolishing selective credit controls on inventory financing, treating farmers cooperative on equal footing with the private sector. ഈ പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് the foregoing elements of SAP. അപ്പോൾ ഈ foregoing elements of SAP എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസിൻ്റെ മാത്രം എലിമെൻറ്റ്സ് ആവുമോ സർ, ആവോ മാഷേ എന്നുള്ളൊരു സംശയം കുട്ടിക്ക് തോന്നുമ്പോഴാണ് ആ വിദ്യാഭ്യാസം സാർത്ഥകമാകുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പല സാങ്കേതിക പദങ്ങളും എക്കണോമിക്സിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു എക്സ്പോഷർ ഇല്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബിയോണ്ടാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമുക്കൊരു കോമൺ സെൻസ് എടുത്ത് വായിച്ചാൽ പോലും ഇതൊന്നും ഈ പറഞ്ഞ SAPയുടെ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്നുള്ള നിർവചനത്തിൽ വരുന്നില്ലല്ലോ. വെറും ഒരു സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് ആണെങ്കിൽ ലാൻഡ് സീലിംഗ് റെഗുലേഷന് ഈ പ്രൈസ് എന്തിന് അഫക്റ്റ് ചെയ്യണം, എങ്ങനെ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യണം? ഇതേപോലെ ഈ പറഞ്ഞ ഓരോ പോയിന്റിലും ഡൗട്ട് തോന്നാം. ഈ ഡൗട്ട് ഒരു കുട്ടിക്കും തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു കുട്ടിയും ടീച്ചറോട് ഈ SAP എന്നാണ് ഇതിൻ്റെ എക്സ്പാൻഷനെങ്കിൽ ഇതൊന്നും ഒരു മീനിങ് ഇല്ലല്ലോ, ഒരർത്ഥവും ഇതിൽ മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യം വരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഒന്നാമത് സൂചിപ്പിക്കുന്നത് ഇത് പറഞ്ഞു കൊടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ശരിയായി മനസ്സിലാക്കാനോ അത് കൺവേ ചെയ്യാനുള്ള ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത്, ഇത് വായിച്ചിട്ട് ഒരു കുട്ടിക്കും സംശയം തോന്നുന്നില്ലെങ്കിൽ അവിടെ ചോദ്യം ചോദിക്കുക എന്നുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു ദൗത്യം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത്, അതും അവിടെ പരാജയമാകുന്നത്. എത്രയോ വർഷങ്ങൾ ഇത് പഠിപ്പിച്ചിട്ട് ഒരു കുട്ടിയും ഒരു ടീച്ചറോട് ഒരു സംശയം ചോദിച്ചില്ല. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ, ഇതിൽ തിരുത്തണോ എന്ന് ആർക്കും തോന്നിയില്ല എന്നുള്ളത് എത്രത്തോളം സങ്കടകരമാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും? ഇത് എക്കണോമിക്സിൻ്റെ കുട്ടികൾക്ക് തന്നെയല്ലേ കൊടുക്കേണ്ടത്? പക്ഷേ ഇവിടെ അതല്ലല്ലോ ചെയ്തവരുടെ തന്നെ ഉദ്ദേശം വേറെയല്ലേ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഈ പുസ്തകം എടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റ് ഉണ്ടെങ്കിലാണ് അവരെടുക്കുക എന്ന് ഇത് കമ്പൈൽ ചെയ്യുന്ന ആൾക്കും അറിയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കമ്പൈൽ ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ള കണ്ടൻറ്റ് കൊടുക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇതെടുക്കുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസ് ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ അവർ എന്ത് തന്നെ ആംഗിളിൽ അവരുടെ ആശയങ്ങൾ വിറ്റഴിച്ചോട്ടെ, വസ്തുതാപരമായിട്ടുള്ള മിസ്റ്റേക്ക് ഇല്ല എന്നെങ്കിലും അവർക്ക് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയില്ലേ? ഇത് എഡിറ്റ് ചെയ്ത ആൾക്ക് SAP എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതുപോലെ LPG പ്രോസസ്സിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് SAP. അത് എന്താണെന്ന് പോലും, അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്നും അറിയാത്ത ഒരാളാണ് ഈ വിമർശനാത്മകമായ ലേഖനം എടുത്തിട്ട് ഫസ്റ്റ് ഡിഗ്രിക്ക് വരുന്ന ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഇതിനെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശ്യം നമ്മുടെ സിലബസിലൂടെ മാനിപ്പുലേഷൻ നടത്തുക എന്നുള്ളത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതല്ലാതെ ശരിയായ രീതിയിൽ ഇതിനെ എങ്ങനെ സാമ്പത്തികമായിട്ട് നമുക്ക് ലിവറേജ് ചെയ്യാം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല, ഇതിങ്ങനെ ബാഡ് ലൈറ്റിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? സമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ കുട്ടികളൊക്കെ ഇതിനോട് അവേർഷൻ അവരിൽ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു മറുവശം എന്താണ്? മാലാഖമാർ എത്തി നോക്കാൻ മടിക്കുന്നിടത്ത് ചെകുത്താന്മാർ ഓടിയെത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിലെന്ത് കാണും?
അവരിതിൽ അവിടെയും ദുരിദേശം കാണും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എൻ്റർപ്രനേഴ്സായിട്ട് വരുന്ന ആരാണ്? ഈ അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് തങ്ങൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനകമായ രീതിയിൽ എങ്ങനെ നമ്മുടെ ഉൽപ്പാദന വ്യവസ്ഥയെ വികസിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ള ചിന്തയല്ല, മറിച്ച് വളരെ മാനിപ്പുലേറ്റീവായ രീതിയിൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അവരിൽ ഉണ്ടാകുന്ന ആ താല്പര്യക്കാരാണ് ഇതിലേക്ക് വരിക. മാത്രമല്ല, ഇത് പഠിച്ചു പോകുന്ന ബ്യൂറോക്രസിയിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് സംരംഭകത്വത്തോട് ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? സംരംഭകരോട് അവർ വെച്ച് പുലർത്തുന്നത് എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ പൊതുബോധം സൃഷ്ടിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള മാനിപ്പുലേഷനിലൂടെയാണ്. ഇത് ചിലപ്പം ഇത് കരുതിക്കൂട്ടി എഴുതിയതാണ്, ഇങ്ങനെ കൊടുത്തതാണെന്ന് ഞാൻ പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. അത് ഓവർസൈറ്റ് ആയിരിക്കാം. പക്ഷേ ഇങ്ങനെയൊരു എസ്സേ ഇതിൽ ഉൾപ്പെടുത്തുന്ന ആൾക്ക് അറ്റ്ലീസ്റ്റ് SAPയുടെ എക്സ്പാൻഷൻ എന്താണെന്നെങ്കിലും അറിയില്ലെങ്കിൽ അയാൾ ഇത് ഉൾപ്പെടുത്താൻ പാടില്ല. മാത്രമല്ല, കുട്ടികളെ അയാൾ പഠിപ്പിക്കുമ്പോൾ ശരിയായിട്ടുള്ള വസ്തുതയെങ്കിലും കൊടുക്കാനുള്ള ബാധ്യതയിലും യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസും അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കമ്മിറ്റിയും ഒക്കെ പരാജയപ്പെടുകയാണ്. മാത്രമല്ല, വർഷങ്ങളോളം ഇത് പഠിപ്പിച്ചിട്ടും ഇതിലിങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആരും ഒരു ഘട്ടത്തിലും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ഈ പ്രോസസ്സെല്ലാം നമ്മളെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇവിടെ വേറൊരു കാര്യം കൂടി വേണമെങ്കിൽ സന്ദർഭികമായിട്ട് പറയാം. നമ്മൾ ഈ ബ്രാഹ്മണർ എന്നുള്ളത് ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ആരാണ് ഈ ബ്രാഹ്മണർ? ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. അതല്ലാതെ ഏതെങ്കിലും ഇതിൽ ആരുടെ അച്ഛനും അമ്മയ്ക്ക് ജനിച്ചുകൊണ്ട് ബ്രാഹ്മണനാവില്ലെന്നാണ് അതിൻ്റെ ഒറിജിനൽ സങ്കല്പം. വഴിയിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ അതിനെ മാനിപ്പുലേറ്റ് പോയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ബ്രാഹ്മണനെ വധിക്കരുത് എന്ന് പറയുന്നത്? ബ്രാഹ്മണനെ വധിക്കരുതെന്ന് പറയാൻ കാരണം ഈ ബ്രഹ്മജ്ഞാനമുള്ള ആ ജ്ഞാനിയാണ് രാജാവിന് ധർമാധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രാജാവ് എന്ന് പറഞ്ഞാൽ കയ്യിൽ വാളും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം സാത്വികനായിരിക്കണം എന്നില്ല, അദ്ദേഹത്തിന് രാജസ ഗുണവും ഉണ്ടാകണം. അപ്പോൾ തനിക്ക് അഹിതകരമായ കാര്യങ്ങൾ ഈ തൻ്റെ ഗുരു പറയുമ്പോൾ ഈ വാളെടുത്ത് വെട്ടാനുള്ള ടെൻഡൻസി അയാൾ വരാൻ പാടില്ല. അതിൻ്റെ ഒരു തടസ്സം കൂടിയാണ് ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ആൾ വധത്തിന് അർഹനല്ല എന്ന് പറയുന്നത്. ഇയാൾ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കൂടിയാണ്. ഈ ആധുനിക കാലത്ത് ആരാണ് ബ്രാഹ്മണർ? ആധുനിക കാലത്തെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ UGC സ്കെയിൽ വാങ്ങുന്നവരൊക്കെയാണ് ബ്രാഹ്മണർ. തീർച്ചയായും. അപ്പോൾ ഈ UGC സ്കെയിൽ കൊടുത്ത് നമ്മൾ ഇരുത്തിയിരിക്കുന്ന ആൾക്കാർ ഭരണാധികാരികളോടും സമൂഹത്തിനോടും വിദ്യാർത്ഥികളോടും സത്യം നിർഭയമായിട്ട് പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാഠം വസ്തുതാപരമായിട്ടുള്ള അബദ്ധങ്ങളോടുകൂടി നമ്മുടെ കരിക്കുലത്തിലും സിലബസിലും ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ എങ്ങനെ നമ്മുടെ പൊതുബോധം നമ്മുടെ ഉത്പാദനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും സാധ്യമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കപ്പെടും എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ പത്രമാധ്യമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം തമസ്കരിച്ചുകൊണ്ട് മറ്റുള്ളതിനെ ഡിസ്കസ് ചെയ്യുന്നു. നമ്മുടെ നേതാക്കൾ നമുക്ക് തരുന്ന സന്ദേശങ്ങളെല്ലാം ആ രീതിയിലാണ്. ഇതെല്ലാം ബേസിക്കായിട്ട് പഠിച്ചെടുക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം ഡീല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക സാക്ഷരത അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ, നമുക്ക് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലല്ല ഇന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ആ ഒരു ദുഃഖസത്യം കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ വെളിവാകുകയാണ്. ശരിക്ക് വിദ്യാലയത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും തുടങ്ങി നല്ലൊരു സാമ്പത്തിക ബോധം നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാവാത്തിടത്തോളം ഇതിൽ നിന്നും ഒരു മോചനവും നമ്മൾ കാണുന്നില്ല എന്നല്ലേ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. വേണ്ട, നമ്മൾ കുറച്ച് ബുദ്ധിപരമായ സത്യസന്ധത, ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി കാണിക്കുക. നിങ്ങൾക്ക് എന്ത് ആശയങ്ങൾ വേണമെങ്കിലും പ്രചരിപ്പിക്കാം, പക്ഷേ കുറച്ചൊരു ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് സമാനമായിട്ട് തന്നെയാണ് നമുക്കെന്താണോ രാഷ്ട്രീയമായി പ്രചരിപ്പിക്കേണ്ടത് അതിൻ്റെ ഒരു ബലിയാടാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം. അതങ്ങനെ ആവുന്നിടത്തോളം കാലം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയോ പുരോഗതിയോ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം
എവിടെയാണ് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി എന്നും അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് തങ്ങൾക്കും ജനങ്ങൾക്കും രാഷ്ട്രത്തിനും പ്രയോജനകരമായിട്ട് അതിനെ ലിവറേജ് ചെയ്യാമെന്നുള്ള ചിന്ത പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയും പിന്നോക്കാവസ്ഥയും വളരെ സ്വാഭാവികമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചതാണെന്ന് ഒരിക്കലും നമുക്ക് കരുതാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ NCERT പാഠപുസ്തകങ്ങളിൽ മാത്രം ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ബ്രെയിൻ വാഷ്ഡ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട്. മുഴുവൻ ആളുകളും നമ്മൾ അതൊന്ന് വായിക്കണം. ആ ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ ഒരു നിലയിൽ ഒരു ചിന്തയ്ക്ക് തയ്യാറാവാത്തിടത്തോളം നമ്മളെ സാമ്പത്തികമായ ഈ പാപ്പരത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ ഗതികേടിലേക്ക് കൂപ്പുകുത്തുക മാത്രമേ ഉണ്ടാവൂ. അത്തരത്തിലൊരു ചിന്തയ്ക്ക് ഇത് നമ്മുടെ ആളുകളെ പ്രേരിപ്പിക്കട്ടെ എന്ന ഒരു ആശയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.